ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് you will not be able to separate your profession and personal. Yes, on the note of certain scales you have to be professional. എനിക്ക് എന്റെ മുന്നിലുള്ള എക്സാമ്പിൾസ് ആണ് ഇമ്മട്ടിയും വിനോദേട്ടനും ഷാഹിക്കയും കിരൺ ചേട്ടനും ഒക്കെ. there are people who really hard, എന്താ പറയാ, പ്രൊഫഷണലി വർക്ക് ചെയ്ത് ഒരു പ്രൊജക്ടിന് വേണ്ടി അവര് ഓടി നടന്ന് വർക്ക് ചെയ്യുന്നു. ആക്ടിങ് അതിലേക്ക് വന്നു, അവിടെ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടായി, ബട്ട് യു ലേൺ, യു ട്രൈഡ് ഡിഫറെന്റ് തിങ്സ് ആൻഡ് ദെൻ നൗ യു ആർ കണ്ടക്ടിങ് വർക്ക്ഷോപ്സ് ആസ് വെൽ. ദാറ്റ് മീൻസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫ്ലിപ്പ് ഓവർ ഫ്രം എ ലേണർ ടു സമൺ ഹു ഈസ് ടീച്ചിങ് ആൻഡ് യു ആർ എൻജോയിങ് ദാറ്റ് ആസ് വെൽ. അപ്പൊ അതൊരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ആസ്പെക്ട് ആണ്. അങ്ങനെ അവർ അത്രയും നല്ലൊരു പടത്തിന്റെ ഭാഗമാവുക ആൻഡ് അറ്റ് ദ സെയിം ടൈം അവര് ആ സ്ക്രീനില് the way they act, and you will get goosebumps. And I am someone who love when surrounding people grows on. And join us now, Media Mathamgi. Artist life ആണ് അടിപൊളി ലൈഫ്. അഖിലനാഥാണ് നമ്മുടെ കൂടെ. അഖില, വെൽക്കം. താങ്ക് യു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ആദിസ്നേഹത്തിന്റെ വിരുന്നുമേശയാണ് നമ്മൾ ഒടുവിൽ കണ്ട സിനിമ. അതിനുശേഷം ഓഫ് കോഴ്സ് യു ഹാവ് വർക്ക്ഡ് ഓൺ അതർ ഫിലിംസ് ആസ് വെൽ. വിൽ കം ടു ദാറ്റ്. ആക്ച്വലി ആ ഫിലിമിനെ കുറിച്ച് സംസാരിച്ച് നമുക്ക് പുറകോട്ടും പോവാം, തിരിച്ചും വരാം. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ആളുകളാണ് IFFK വരുന്നത്. അത്തരം ആളുകളുടെ ഒരു ഫീഡ്ബാക്കും ഇതൊക്കെ ആ സിനിമ കണ്ടപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അന്ന് ആ സിനിമ കണ്ടപ്പോൾ ഉള്ള ഫീലിംഗ് എങ്ങനെയായിരുന്നു? ആദ്യ സ്നേഹത്തിന്റെ വിരുന്നുമേശ മിനി ഐജിയുടെ പടമാണെന്നുള്ളതാണ് എന്നെ പേഴ്സണലി, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കമ്മിറ്റ് ചെയ്തതും ഞാനത് ചെയ്തിട്ടുള്ളതും. 2019 ഞാൻ ഫസ്റ്റ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പടം, ഞാൻ സിനിമയിൽ വരുന്ന ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കൈകാര്യം ചെയ്യാൻ തന്ന ആദ്യത്തെ ഒരു ഡയറക്ടർ കൂടെയാണ് മിനി ഐജി. സോ അത് എപ്പോഴും ഈ വർഷങ്ങളോളം അത് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി രണ്ടാമത് പടം ചെയ്ത സമയത്ത് എന്നെ വിളിച്ചു പറഞ്ഞത്, അഖില, എക്സ്പെരിമെന്റൽ ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാന്. അപ്പം അത് അങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ഫിമെയിൽ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് കൊണ്ടുവരുമ്പോൾ, അങ്ങനത്തെ ന്യൂ ഐഡിയാസ് കൊണ്ടുവരുമ്പം, ഇപ്പം ചേച്ചിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വിമൻ ഡയറക്ടറാണ് ചേച്ചി. അപ്പൊ ചേച്ചി എന്ത് പറഞ്ഞാലും സ്റ്റാൻഡിങ് വിത്ത് ഹർ എന്നുള്ളതാ. പിന്നെ എസ്പെഷ്യലി ബീങ് ആൻ ആർട്ടിസ്റ്റ്, അത് എന്നെയും കൂടെ കുറച്ചും കൂടെ ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ ആർട്ടിസ്റ്റിനായിട്ട് വിട്ടിരിക്കുകയാണ് ചേച്ചി. സോ ഷീ ഹാവ് പെർട്ടിക്കുലർ തിങ്സ് ഓൺ സർട്ടൻ തിങ്സ്. ഇതെനിക്ക് ഇങ്ങനെ വേണം, ഇതെനിക്ക് ഇങ്ങനെ വേണം. ദെൻ ഇറ്റ്സ് എ കമ്പൈൻ വർക്ക്. ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിനകത്ത് മോസ്റ്റ്ലി എല്ലാവരും ഒരുമിച്ചുള്ള കുറെ സീക്വൻസസ് ഉണ്ട്. ഒറ്റ ദിവസത്തിൽ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് വിച്ച് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. കാരണം ഓവർലാപ്പ് ആവാനും നമ്മൾ സിങ്ക് ആണ് ചെയ്തത്, സിങ്ക് സൗണ്ട് ആണ് ചെയ്തത്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ച് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളും ഈ ഒരു എക്സ്പെരിമെന്റിന് ഉണ്ടായിരുന്നു. സോ അത് ഐ വാണ്ടഡ് ടു ട്രൈ. അപ്പം ചേച്ചി അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ഗോ അഹെഡ്, ഐ എം ദേർ ഡൂയിങ് മൈ പാർട്ട് എന്ന് മാത്രമേ ഞാൻ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താവും എങ്ങനെയാവും എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ എല്ലാം തീർന്നു. ഷൂട്ട് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, പിന്നെ IFFK സെലക്ഷൻ വരുന്നു, നമ്മൾ കാണാൻ പോകുന്നു. അന്നാണ് നമ്മുടെ എൻറ്റയർ ക്രൂ പോലും വരുന്നത്, അന്നാണ് നമ്മൾ മീറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് എല്ലാവരുടെയും കൂടെയാണ് പടം കാണുന്നത്. ആൻഡ് വി ഹാഡ് ക്വൈറ്റ് ഗുഡ് ഓഡിയൻസ്. നമുക്ക് 3 ഷോസും ഫുൾ ആയിട്ടാണ് പോയത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ അന്ന് കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ആൻഡ് വി ഗോട്ട് അമേസിങ് കോംപ്ലിമെന്റ്സ് ഫ്രം ഡിഫറെന്റ് പീപ്പിൾ. നമ്മൾ ആഗ്രഹിച്ച് കണ്ടിട്ടുള്ള ഒരുപാട് വർക്കുകൾ, ഒരുപാട് പേര് നമുക്ക് ഒരുപാട് നല്ല ഒപ്പീനിയൻസ് പറഞ്ഞു. രഞ്ജൻ സാർ ആണെങ്കിലും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് അങ്ങനെ വന്ന് പറയുന്ന സമയത്ത് it's something, and it's not a nice topic that everyone would present. അങ്ങനത്തെ ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഐ മീൻ, ഇത് എങ്ങനെയായിരിക്കും ഓഡിയൻസ് ഇതിനെ എടുക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമുക്ക് 3 ഷോസിലും 3 ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് നമുക്ക് പ്രീമിയർ ഷോ നമുക്ക് അറിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു, സെക്കൻഡ് ഷോയിലും അറിയുന്നവരുണ്ടായിരുന്നു. തേർഡ് ഷോയ്ക്ക് ആയപ്പോഴത്തേക്കും വി ഓൾമോസ്റ്റ് ഹാഡ് ടീനേജേഴ്സ്, 23, ഒരു മൂവി എന്തൂസിയാസ്റ്റ്, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു. അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയ റെസ്പോൺസ് വാസ് റിയലി ആക്റ്റീവ് ആയിരുന്നു അവരുടെ അടുത്ത് നിന്ന് നമുക്ക്. ഐ വാസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ തിയേറ്റർ. ഞാൻ ഒരു സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ എത്തി. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ഡയലോഗ്സിനൊക്കെ. സോ ദാറ്റ് വാസ്
quite good experience. നൈസ് ഫിലിം വൈസ് ഇറ്റ് ഈസ് നൈസ്. അതിലെ സബ്ജക്ട് ഒരു റിഫ്ലക്ഷൻസ് ആയിരുന്നു, കൈൻഡ് ഓഫ് ഹ്യൂമൻ ഹിപ്പോക്രസി എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറച്ച് റിഫ്ലക്ഷൻസ് ഒക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ, നോട്ട് അബൌട്ട് ദ സബ്ജക്ട് ഓർ കോണ്ടന്റ്, ആ ഒരു ഫിലിം എക്സ്പീരിയൻസ്, അതിന്റെ ലേണിംഗ് എന്തായിരുന്നു? കാര്യം ഒന്ന്, ഈ വളരെ ഷോർട്ട് ടൈമിൽ ചെയ്യുന്ന ഒരു ഫിലിം സിങ്ക് സൗണ്ട് ആണെന്ന് പറഞ്ഞു. പക്ഷെ ആസ് എ ഫിലിം ലവർ, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയായിരുന്നു അതിന്റെ ലേണിംഗ്? കുറച്ചും കൂടെ ഈസി ആയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വർക്ക് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സോ ഈവൻ വിത്ത് സരിത കുക്കു, ഈവൻ വിത്ത് ദിവ്യ, സോ എല്ലാരും ഇൻ ഓർ ഔട്ട് തിയേറ്റർ ആയിട്ടും സിനിമയായിട്ടും അറിഞ്ഞിട്ടും കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എല്ലാവരും ജാനകി ആണെന്നുണ്ടെങ്കിലും I have met her in Ahalya. So we all know each other and it's all a women. At the same time, we had amazing men group. അവരും അടിപൊളിയായിരുന്നു. ദേവർ നോ സെപ്പറേഷൻസ് ആൻഡ് ഓൾ. എല്ലാവരും വില്ലിംഗ്ലി റെഡി ടു വർക്ക് ഓൺ എ പ്രൊജക്ട് എന്നുള്ളതാണ്. എവ്രി വൺ കെയിം ടു എ സർട്ടൈൻ പോയിന്റ്. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക്. വെൻ എവ്രി വൺ വർക്ക് ടുവേർഡ്സ് സംതിങ് ഓർ സം ഗോൾ, ദെൻ ദാറ്റ് പ്ലേസ് ബിക്കം സംതിങ് വിച്ച് ഇസ് മാജിക്കൽ. അപ്പം അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് ഒരു റിഹേഴ്സൽ സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്താണോ കിട്ടിയത് അതിനെ നമുക്ക് ഉൾക്കൊള്ളാനും അതിന് എന്ത് കറക്ഷൻസ് ആര് പറഞ്ഞാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും ഉള്ളൊരു മനസ്സ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവിടെ ഉള്ളത് കൊണ്ട് ദർ വാസ് എൻ അമേസിംഗ് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു നമ്മളുടെ ഇടയിൽ. പിന്നെ ചേച്ചിയുടെ കൂടെ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും നമുക്ക് അങ്ങനെ ഒരു കാര്യം ചോദിക്കാനോ പറയാനോ, ചേച്ചി ഇങ്ങനെ ചെയ്താലോ, ആ സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ചില ഡയലോഗ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വി ഹാഡ് ടു പെർസ്പെക്റ്റീവ് ഓഫ് അപ്രോച്ചിങ് ദിസ് ക്യാരക്ടർ. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി ചോദിക്കും, ചേച്ചി ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? കാരണം നമുക്ക് കണക്ഷൻസ് അറിയില്ല. ഒറ്റ ദിവസം കൊണ്ട് ചടപട്ടേന്ന് ഷൂട്ട് ചെയ്യല്ലേ. യു ഡോണ്ട് നോ വാട്ട് വിച്ച് ഹാവ് ബീൻ ഷൂട്ട്. അപ്പൊ ചേച്ചി പറയും, ഇല്ല അഖില, എനിക്കിത് ഇങ്ങനെയാണ് വേണ്ടത്. ആൻഡ് സംടൈംസ് വി ഗോ വിത്ത് ജാനകീസ് ക്യാരക്ടർ. അപ്പൊ ജാനകി ചിലപ്പോൾ എനിക്ക് ചോദിക്കാൻ വേണ്ടി ഉണ്ടാവും, നമുക്ക് ചോദിച്ചു നോക്കാം. ഷീ കംസ്. ഇപ്പം എല്ലാരും തമ്മിൽ ഒരു സൗമ്യമാണെന്നുണ്ടെങ്കിലും അതിനകത്തൊരു ക്യാരക്ടർ ഷീ ഡസൻ നോ ഹൗ ടു ഷൗട്ട്. ഇത് ഞാൻ എങ്ങനെ ഷൗട്ട് ചെയ്യാം, ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവും. എല്ലാവരും അവരവരുടെ എന്താ പറയാ, ഇതെങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻസ് കൊണ്ടുവരികയും അതിനനുസരിച്ച് നമുക്ക് ഡയറക്ടറിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നിട്ടുള്ള ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ വിച്ച് വാസ് റിയലി ഗുഡ്. സോ ഇറ്റ് വാസ് ഈസി എന്നൊന്നും പറയില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള നാടൻ ക്യാരക്ടർ എന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്, കോസ്റ്റ്യൂംസ് ആണ്. സോ ഐ വാസ് എ ബിറ്റ് കൺസേൺഡ്. പക്ഷെ എവ്രിതിങ് നേരത്തെ പറഞ്ഞ പോലെ വെൻ എവ്രി വൺ ആർ വർക്കിംഗ് ടുഗെദർ ടുവേർഡ്സ് എ പോയിന്റ്, ദെൻ എവ്രിതിങ് ഫോൾസ് ഇൻ ടു ദ പ്ലേസ്. അങ്ങനെയായിരുന്നു ആക്ച്വലി ഷൂട്ടൊക്കെ. Actually, you had experience working with ഷാഹി ആണെങ്കിലും പ്രജേഷിന്റെ, ഐ മീൻ ഡിഫറെന്റ് ഡയറക്ടേഴ്സിന്റെ വലിയ കുറച്ചും കൂടി സ്കെയിൽ കൂടിയ സെറ്റ്സിൽ ഇപ്പോൾ റോദിലുണ്ടായിരുന്നു. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ, ഐ മീൻ ഐ എം നോട്ട് കമ്പയറിംഗ് ദ സ്കെയിൽ ഓഫ് ദ സെറ്റിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രൊഫഷണലിസം ആ രീതിയിലുള്ള ഇതല്ല. പക്ഷെ ആ ഒരു കമ്പാരിസണിൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് തോന്നിയിരുന്നോ? എങ്ങനെയായിരുന്നു ഈ ആദ്യ സ്നേഹം ചെയ്യുന്ന സമയത്ത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആദിസ്നേഹത്തിന്റെ വിരുന്നുമേശയിലാണെങ്കിലും റോന്തിലാണെങ്കിലും മന്ദാകിനിയിലാണെങ്കിലും എനിക്ക് തന്നിട്ടുള്ള ക്യാരക്ടർ എന്താണ്, അതിനെ എങ്ങനെ നമ്മള് പകർത്തിയാലും, ഇഫ് യു ഷൂട്ട് ഇൻ എനി വേ, ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ ക്യാമറയിലാണ്, ചിലത് പെർഫോമൻസ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ പെർഫോമൻസ്. അപ്പം പിന്നെ വർക്കിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. അല്ലാത്ത പക്ഷം ലാർജ് സ്കെയിൽ സ്മോൾ സ്കെയിൽ അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ നോക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. മേ ബി ഇൻ ടൈമിൽ എന്റെ പെർസ്പെക്റ്റീവ് മാറുമെന്ന് എനിക്കറിയില്ല. ബട്ട് നവ് ഇറ്റ്സ് ലൈക്ക് എന്റെ ജോലി അഭിനയിക്കുക എന്നുള്ളതാ. അത് മിനിയേജി എന്നെ വിളിച്ച് ഇങ്ങനത്തെ ഒരു മോഡേൺ ക്യാരക്ടർ തരുമ്പോൾ ഐ എം സോ ഹാപ്പി. അറ്റ് ദ സെയിം ടൈം മന്ദാകിനി പോലത്തെ ഒരു സിനിമയില് വിനോദേട്ടൻ എന്നെ വിളിച്ച്, ഷിജോം ഭാസ്കർ എന്നെ വിളിക്കുന്ന സമയത്ത് ഐ എം ഹാപ്പി ടു ഡു സിമി, വിച്ച് ഇസ് എ വെരി കൊമേഴ്ഷ്യൽ ക്യാരക്ടർ. അറ്റ് ദ സെയിം ടൈം ഐ ലൈക്ക് ദിസ് ഓൾസോ. അപ്പൊ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് പെർഫോമൻസ് ചെയ്യാനും എന്നെ ചാലഞ്ച് ചെയ്യാനും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ അധികം ആലോചിക്കില്ല. ഞാൻ അങ്ങനെ ആലോചിക്കാറില്ല. ഐ എം നോട്ട് സമ്മൺ ഹൂസ് ലൈക്ക് എനിക്ക് അത് വേണം ഇത് വേണം. ഐ മേക്ക് ഷുവർ ദാറ്റ് എന്നെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ എന്നാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോർ ദ ക്യാരക്ടർ, അങ്ങനെ ആണ് ഞാൻ. സോ എനിക്ക് അങ്ങനത്തെ കമ്പാരിസൺസ് ഉണ്ടായിട്ടില്ല. വർക്കിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ് രണ്ടുപേരുടെയും. ആക്ടറിന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞു. അപ്പാർട്ട് ഫ്രം ബീങ് ആൻ ആക്ടർ, യുവർ എ ഡാൻസർ. എനിക്ക് മന്ദാകിനിക്ക് ശേഷം തോന്നുന്നു ഫിലിം വർക്ക്ഷോപ്സും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സോ കുഡ് യു ടോക്ക് അബൌട്ട് ദോസ് എക്സ്പീരിയൻസസ്? മോഹിനിയാട്ടമാണ് ചെയ്യുന്നത്. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ഇനീഷ്യലി അറിയില്ലായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ ഭയങ്കര ഡാൻസിനെ ചേച്ചി പാട്ട് പാടും. അപ്പൊ അത് ഷീ ലൈക്സ് ഇറ്റ്. സോ അതുകൊണ്ട് മാത്രം
അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രം ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇൻ ടൈമില് വെൻ യു ഗ്രോ അപ്പ് ഇറ്റ് ബിക്കം സംതിങ് വിച്ച് മേക്സ് യുവർ ലൈഫ് ഈസി, അല്ലെങ്കിൽ വിച്ച് ഗിവ്സ് യു ദാറ്റ് മോഡ് ഓഫ് ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് ഞാൻ പിന്നെ റിയലൈസ് ചെയ്തത്. സോ അത് കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കണു മാക്സിമം. പിന്നെ വർക്ക്ഷോപ്പ് ഇതുപോലെ ഞാൻ എല്ലാരോടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അക്കാഡമിക്സ് ഒക്കെ വേറെയാ, ഞാൻ പഠിച്ചതൊക്കെ വേറെയാണ്. അപ്പൊ പിന്നെ ഇതിന്റെ പുറത്തുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഐ കെയിം ഇൻ ടു ഫിലിം ഇൻഡസ്ട്രി ആൻഡ് സംവെയർ ഫിലിം ഇൻഡസ്ട്രി ട്രീറ്റഡ് മീ ഗുഡ്. ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വർക്ക്. അപ്പൊ പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ആയി. സോ ഐ ഹാഡ് ലോട്ട് ഓഫ് ഡൗട്ട്സ്. ഡാൻസിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റോറീസ് ആണല്ലോ, ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ് ആണ് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം യു നോ സംതിങ് ദറ്റ് യു ക്യാൻ റീക്രിയേറ്റ്. പക്ഷെ സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ there were some situations where I was not able to recreate. അതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ചോദ്യമാണ് ആദ്യമായിട്ട് ആക്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. അവിടുന്ന് തിയേറ്ററിൽ എത്തി. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആണെങ്കിൽ എന്റെ മാഷ് ചന്ദ്രദാസൻ സാറാണ്. അപ്പൊ മാഷ് ഞങ്ങളൊരു ഛായാചിത്രം മായചിത്രം എന്ന് പറഞ്ഞൊരു നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനകത്ത് മെഡുസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. അപ്പൊ 2-3 സ്റ്റേജൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മാഷ് പറഞ്ഞു, അഖില ശരിയാവില്ല, അതെന്തത്, ഇനി യു ഹാവ് ടു ഇംപ്രൂവ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഹീസ് മീനിങ്. അങ്ങനെ ഓരോ പ്രാവശ്യം വരുന്നു, ഞാൻ എന്റെ കൊണ്ട് മാക്സിമം പറ്റുന്നതൊക്കെ ഞാൻ നോക്കുന്നു, നത്തിങ് ഈസ് ഹാപ്പനിങ്. അങ്ങനെ ലാസ്റ്റ് ഇറ്റ് വാസ് എന്നെ കൊണ്ട് വായിക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് വായിക്കുന്നു. ഇതിനുവരെ മെഡിസ ചെയ്തിട്ടുള്ള പ്ലേകൾ, അതിന്റെ ഇംപ്രവൈസേഷൻസ് ചെയ്തിട്ടുള്ളതും കോസ്റ്റ്യൂം, ഇത് ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ ശ്രമിച്ചു. അപ്പൊ എന്തെങ്കിലും ചേഞ്ച് വരുന്നു? ഒന്നുമില്ല. ലാസ്റ്റ് മാഷ് വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. Then I got a break of 2 months, so I went to Himachal. So I learned a new art form there. ഒരു ജാപ്പനീസ് ആർട്ട് ഫോം പഠിക്കുന്നു. ഇത് ചെയ്യാൻ പറ്റുന്നു പിന്നെ വിചാരിക്കുന്നു. പിന്നെ തിരിച്ചു വരുന്നു, പിന്നെ ഒരു ഷോ വരുന്നു മാഷ് പറയുന്നു പ്രാക്ടീസിന് വിളിക്കുന്നു. അപ്പൊ മാഷ് എന്നോട് പെട്ടെന്ന് പറയാണ്, കൊള്ളാലോ, എന്താ യു ഡസന്റ് ഈവൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ചേഞ്ച്. പക്ഷെ അത് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളുടെ ട്രാവലിലും നമ്മൾ പുതിയതായി പഠിക്കുന്ന ആർട്ട് ഫോമിൽ നിന്ന് വരുന്ന ചേഞ്ചസ് ആയിരിക്കും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഫോക്കസ് ഒക്കെ ആണെന്ന്. അപ്പം ഐ ബിലീവ് ഇറ്റ്സ് ഓൾവേസ് മൈ പ്ലഷർ ടു ഷെയർ മൈ നോളജ് ഇഫ് ഇറ്റ് ഹെൽപ്പ് സംവൺ. ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിലും അവരോട് പറയുന്നത് എക്സ്ചേഞ്ച് ആർ നോളജ് ഇൻ ആക്ടിങ് എന്നുള്ളതാണ്. ബിക്കോസ് നവഡേയ്സ് എല്ലാവർക്കും ആക്സസിബിലിറ്റി ഉള്ളതുകൊണ്ട് എവ്രി വൺ ആർ ഗുഡ് ഇൻ their own expertise. So എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ചിലത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്നെ വിളിക്കുന്നതിന് ഞാൻ പോയി ക്ലാസ് എടുക്കാറുണ്ട്. മന്ദാകിനിക്ക് മുന്നേ ഞാൻ ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. സിഫ, പിന്നെ അങ്ങനത്തെ കുറച്ച് നമ്മുടെ ഇവിടുത്തെ, പിന്നെ ഇവിടെ ഞാനും ടോം ഇമ്മട്ടി, ഞങ്ങൾ എല്ലാവരും ഇവിടെ കൊളാബ് ചെയ്തിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ വർക്ക്ഷോപ്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആ ടീമിന്റെ കൂടെ കണ്ടു. മന്ദാകിനിക്ക് ശേഷം ഷിജു ഭാസ്കറും because I was doing it, but I was not with the people who are known to this industry. So when I started recognizing my face. അവരങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് വെൻ ഐ നോട്ടിസ്ഡ് യു. ഐ തോട്ട് ഇറ്റ്സ് എ ടീം ആക്ടിവിറ്റി എന്ന് വിചാരിച്ചു. We are a team actually. കാരണം മന്ദാകിനി എന്നും വെരി ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പട. വളരെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നെങ്കിലും എല്ലാ ആർട്ടിസ്റ്റും, കാരണം കല്യാണ വീടായിരുന്നല്ലോ, എല്ലാ ആർട്ടിസ്റ്റുകളും ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. സോ വി ഹാഡ് എ വെരി ഗുഡ് ബോണ്ട് വിത്ത് എവ്രി വൺ, എവ്രി ടെക്നീഷ്യൻസ്, എവ്രി ആർട്ടിസ്റ്റ്, എവ്രി ആർട്ട് ടെക്നിക്കൽ ടീംസ്, ഫുൾ ആയിട്ട് ഇറ്റ് വാസ് എ ഗ്രൂപ്പ് വർക്ക് ആക്ച്വലി. നമ്മുടെ പ്രൊമോഷൻസ് ആണെങ്കിലും അശ്വതി ചേച്ചി ആണെന്നുണ്ടെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് someone works for some goal, things would work. I have seen Mandagini is a very good example of that. ചേട്ടനും ഒക്കെ പ്രൊമോഷന്റെ സമയത്താണെന്നുണ്ടെങ്കിലും, ഈവൻ അജയ് ചേട്ടനാണെങ്കിലും ഉണ്ണിച്ചേട്ടനാണെന്നുണ്ടെങ്കിലും എല്ലാരും, ജിയോ ചേട്ടനാണെന്നുണ്ടെങ്കിലും, എവ്രി വൺ വേർ ദേ റെഡി ടു എന്താ പറയാ ഡു ദ പ്രൊമോഷൻസ്. ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു എനർജിയിലായിരുന്നു എല്ലാവരും. സോ വി ഓൾ ട്രൈ ടു ഡു സംതിങ് ടുഗെദർ whenever we all are free.
Even now, teamwork, this workshop was also quite interesting. I think you have traveled across Dubai, UK, Canada ഒക്കെ പോയിട്ടാണെന്ന് തോന്നുന്നത് മന്ദാകിനി വർക്ക്ഷോപ്പ് ടീം. യുകെയിലൊക്കെ കണ്ടക്ട് ചെയ്ത നമുക്കത് ഒരുമിച്ചാ വന്നത്, ദുബായും യുകെയും. അപ്പൊ ഞങ്ങള് ദുബായിലേക്ക് പോയി, ഒരു ടീം വെന്റ് ടു UK. അങ്ങനെയായിരുന്നു. ഇപ്പൊ കുറച്ച് ട്രാവൽ ചെയ്തു വർക്ക്ഷോപ്പ് ഒക്കെ ആയിട്ട്. ഗ്രേറ്റ്. ആൻഡ് എനിക്ക് ചന്ദ്രദാസൻ മാഷിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയണ്ടായിരുന്നു, ലോകധർമ്മിയുടെ പാട്ടായിരുന്നു എന്നുള്ളത് അറിയണ്ടായിരുന്നു. സോ കുഡ് യു ടോക്ക് അബൌട്ട് ദാറ്റ്? ഐ മീൻ യു ഹിന്റഡ് ഓൺ ദാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ വാസ് നോട്ട് ഏബിൾ ടു റീക്രിയേറ്റ്. So that question was always there. So I shared this to one of my സിനിമാറ്റോഗ്രാഫർ. അപ്പം അന്ന് പക്ഷെ ഇതൊന്നും അറിയില്ല, സിനിമ അഭിനയം, യു ഡോണ്ട് നോ വെദർ യു വിൽ സസ്റ്റെയിൻ ഇൻ ദിസ്, ഇതൊന്നും അറിയില്ല. ഇഷ്ടം, ഒരു ചെറിയ ഇഷ്ടം, സോ ഐ എം ഡൂയിങ് ഇറ്റ്. അപ്പം അപ്പോഴാണ് ഹി സജസ്റ്റഡ് മീ ടു മീറ്റ് ചന്ദ്രദാസൻ സർ. അന്ന് ലക്കിലി ദാറ്റ് ഡേ ഈവനിങ് ഇറ്റ് സെൽഫ് ഐലിയൻ സാറിന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഞാൻ ചന്ദ്രദാസൻ സാറിനെ കാണുന്നതും. ഈവൻ സാറിനോട് ഇവര് പറഞ്ഞു that I'm looking for to do theatre എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറൊന്നും പറഞ്ഞൊന്നുമില്ല. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ തിയേറ്റർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സൺഡേ ക്ലാസ്സിന് വന്നോളൂ എന്ന് പറഞ്ഞു. ഐ വാസ് വെരി ലക്കി. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് to be a part in his play, because വളരെ കുറച്ച് പ്ലേസ് ആണ് ചെയ്തിട്ടുള്ളത്, ബട്ട് എവ്രി വൺ he have a professional team of actors. ലക്കിലി അതിനകത്തുള്ള ഒരാള് NSDയിലേക്ക് കിട്ടി. സോ ഷീ വാസ് ഗോയിങ് ടു എന്താ പറയാ ഫോർ ദ സ്റ്റഡീസ്. അപ്പൊ അതിനകത്തൊരു ഗ്യാപ്പ് വരുന്നു. ദെൻ ഐ സ്റ്റാർട്ട്. അപ്പം അതിനകത്ത് എനിക്ക് കിട്ടിയ റോളും ഞാൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഒക്കെ ഏകദേശം ഒരുപോലെ ആയിരുന്നു. ദെൻ ഐ ബിക്കേം എ പാർട്ട് ഓഫ് ലോകധർമ്മീസ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. സാറിന്റെ കൂടെ 2-3 പ്ലേ ചെയ്തു. മാഷാണ്. ആക്ടിങ് പഠിച്ചതും ഇപ്പോഴും ഞാൻ ഐ ഹാവ് സ്റ്റഡീഡ് ഓൺലി. പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ മാഷ് എന്ന് പറഞ്ഞ് ഞാൻ പോണത് ഇപ്പോഴും മാഷിന്റെ അടുത്ത് കുറച്ചു മുന്നേ കൂടെ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ. ഇപ്പൊ നമ്മളുടെ തിയേറ്റർ ഫെസ്റ്റ് കഴിഞ്ഞു. കൊച്ചിയിൽ തിയേറ്റർ ഫെസ്റ്റ് ലോകധർമ്മിയാണല്ലോ ഓർഗനൈസ് ചെയ്തത്. അപ്പൊ അന്ന് ഉണ്ടാവാൻ പറ്റിയില്ല. അപ്പൊ മാഷിനോട് വന്നതിന് ശേഷം ഞാൻ സംസാരിച്ചു. ആൻഡ് ഹീസ് ബ്രിങ്ങിങ് ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. I'm a student. I'm a part of ലോകധർമ്മി. I'm very proud to say അത്. ഇപ്പം ഞാൻ കുറച്ച് ആഡ്സ്, നാഷണൽ ആഡ്സ് ഒക്കെ ചെയ്തിരുന്നു. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും മാഷിന്റെ സ്റ്റുഡന്റ്, ബിക്കോസ് എവ്രിവൺ NSDയിലൊക്കെ സാറ് ഗസ്റ്റ് ഫാക്കൽറ്റി ആണല്ലോ, പീപ്പിൾ നോസ്, ആൻഡ് ഐ ഫീൽ വെരി പ്രൗഡ് ടു സേ ദാറ്റ്. അപ്പൊ ആക്ടിങ് പെർസ്യൂ ചെയ്യാൻ വേണ്ടി കൊച്ചി, ഐ മീൻ ഐ ഡോണ്ട് നോ വെയർ യു ബിലോങ് ടു, കൊച്ചിയിൽ വന്നതാണോ? ദിസ് ഇസ് ക്വൈറ്റ് ഇൻസ്പയറിംഗ്. ആൻഡ് ആക്ടിങ് അതിലേക്ക് വന്നു, അവിടെ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടായി, ബട്ട് യു ലേൺഡ്, യു ട്രൈഡ് ഡിഫറെന്റ് തിങ്സ്, ആൻഡ് ദെൻ നൗ യു ആർ കണ്ടക്ടിങ് വർക്ക്ഷോപ്സ് ആസ് വെൽ. ദാറ്റ് മീൻസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഫ്ലിപ്പ് ഓവർ from a learner to someone who is teaching, and you are enjoying that as well. അപ്പൊ അതൊരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ആസ്പെക്ട് ആണ്. ഞാൻ ആക്ച്വലി എന്റെ സ്ഥലം നിലമ്പൂരാണ്. മലപ്പുറംകാരിയാണ് ഞാൻ. കോവിലകത്തുമുറിയാണ് എന്റെ സ്ഥലം. അവിടെയാണ് ഞാൻ +2 വരെ പഠിച്ചത്. പിന്നെ ഞാൻ ഈ കഥകളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യെസ്, ഐ ഹാവ്. സോ ഞാൻ വളരെ ചുരുക്കി പറയാം. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. ഐ കംപ്ലീറ്റഡ് MTech. MTechന് ശേഷം വൺ ഓഫ് മൈ കസിൻ വാസ് ഡൂയിങ് എൻ ആൽബം. സോ ഹി വാണ്ടഡ് മീ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അന്ന് അതിലുണ്ടായിരുന്ന ഒരു ഡയറക്ടർ ശ്യാംലിൻ എൻ്റെ അടുത്ത് ചോദിക്കാനാക്കില്ല, വൈ ഡോണ്ട് യു ട്രൈ മലയാളം ഫിലിം ഇൻഡസ്ട്രി, ട്രൈ ഗിവിങ് ഓഡീഷൻസ് മേ ബി എന്നുള്ള രീതി പറയുന്നു. ഐ സ്റ്റാർട്ടഡ് ഗിവിങ് ഓഡീഷൻസ്. ലക്കിലി ആദ്യത്തെ ഓഡീഷൻ തന്നെ സിനിമാക്കാരൻ. എല്ലാരും പറയും ഫസ്റ്റ് സിനിമാക്കാരനൊന്നും പറയണ്ടാക്കില്ല, അതിനകത്ത് നിന്നെ കാണുമ്പോൾ. പക്ഷെ ദാറ്റ്സ് മൈ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അന്ന് നമുക്ക് അന്നും ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നോ വൺ സജസ്റ്റ് യു ടു ബി ഇൻ ദിസ് ഇൻഡസ്ട്രി, നോ ബീങ് എ വുമൻ എസ്പെഷ്യലി. അപ്പം ഭയങ്കര പേടിച്ചൊക്കെയാണ് അങ്ങോട്ട് ചെന്ന് ഇറങ്ങുന്നതൊക്കെ, ബിക്കോസ് യു ഡോണ്ട് നോ ഈസ് ഇറ്റ് എ കൈൻഡ് ഓഫ് ട്രാപ്പ്. അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. ആൻഡ് അന്ന് ഞാൻ ഇറങ്ങുന്നത് മറ്റേ വിനീതേട്ടനും അവരെല്ലാരും ഉള്ള ഒരു സ്പേസിലാ. സോ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് ഓക്കെ, ദിസ് ഇസ് ഹാപ്പനിങ്. അതായിരുന്നു ഫസ്റ്റ് മൂവി. സെക്കൻഡ് മൂവി കഥ പറയുമ്പോൾ അങ്ങനെ എന്തോ ഒരു മൂവി ആയിരുന്നു, ഇറ്റ്സ് ലോങ് ബാക്ക്. അതിലാണ് എന്റെ ഫസ്റ്റ് ഡയലോഗ് ഉള്ളത്. തേർഡ് മൂവി വാസ് നിത്യഹരിത നായകൻ. ഐ ഡിഡ് ആസ് എ ലീഡ് റോൾ. ഇതായിരുന്നു ജേർണി. നിത്യഹരിത നായകനാണ് ബേസിക്കലി ലൈഫിലെ ചേഞ്ചിങ് പോയിന്റ്. വൈ? ബിക്കോസ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്. 10 ദിവസത്തെ ഷൂട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയി. ഷൂട്ട്
അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ഷുഡ് ലവ് ഡൂയിങ് ഇറ്റ് അല്ലേ. അപ്പൊ ഞാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ചെയ്യണല്ലോ, അതായിരിക്കണല്ലോ കാര്യം. ദെൻ ഐ ട്രൈ, ദെൻ ഇറ്റ് വാസ് വർക്കിംഗ് ഫോർ മീ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് യു വിൽ നോട്ട് ബി ഏബിൾ ടു സെപ്പറേറ്റ് യുവർ പ്രൊഫഷൻ ആൻഡ് പേഴ്സണൽ. യെസ്, ഓൺ ദ നോട്ട് ഓഫ് സർട്ടൻ സ്കെയിൽസ് യു ഹാവ് ടു ബി പ്രൊഫഷണൽ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. പക്ഷെ you feel good. Whatever good and bad comes with it, you're ready to face it with a calmness on your face and a smile on your face. So simple. സോ ഇങ്ങനെയൊക്കെയാണ് കറങ്ങിത്തിരിഞ്ഞ് ഞാൻ സിനിമയിലെത്തിയത്. സിനിമയിലല്ല, നാടകത്തിലും അഭിനയത്തിലും എത്തിയത്. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പോ കുറെ നാടക വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടായിട്ടുണ്ടാവുമല്ലോ വിത്ത് മിനി, ബിക്കോസ് മിനി കെയിം ഫ്രം NST ആൻഡ് ഷീ ഈസ് ഓൾസോ ഡൂയിങ് ബോത്ത്. അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ചേച്ചിനെ പരിചയപ്പെട്ടത് ഡിവോഴ്സ് എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ടാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ മൂവീസ്. അല്ലാതെ നാടക എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് നാടകത്തിലെ ആൾക്കാർ തന്നെ ആയിട്ടുള്ളൂ. അവരായിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ഡൺ എനി മൂവീസ്. വിനയ് ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് സ്റ്റാർട്ടിങ്ങില് അന്ന് എനിക്ക് ഇത്ര പ്രൊഫൈൽ പോലും ഇല്ല. സോ വെൻ ഐ വാസ് ഡൂയിങ് മാലിക്, വിനയ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ലോകധർമ്മിന്നാണ് ഇങ്ങനെ പറയും. പിന്നെ മണിയാണ് ചേട്ടനാണ്. അങ്ങനെ ഇനീഷ്യൽ ടൈം ഐ യൂസ് ടു, യെസ്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ പോലെ ആട്ടം എന്ന് പറഞ്ഞ സിനിമയില് വെൻ യു ഗോ ആൻഡ് വാച്ച്, യു നോ എവ്രി വൺ പേഴ്സണലി. യു ഹാവ് വെൻ ടു ഡിഫറെന്റ് ഷോസ് ടുഗെദർ. അതിനകത്ത് ചിലരൊക്കെ നമ്മൾ അച്ഛന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. സോ യു ഹാവ് സീൻ ദെം, നോ. അങ്ങനെ അവർ അത്രയും നല്ലൊരു പടത്തിന്റെ ഭാഗമാവുക, ആൻഡ് അറ്റ് ദ സെയിം ടൈം അവര് ആ സ്ക്രീനില് the way they act, and you will get goosebumps. And I am someone who love when surrounding people grows. നമ്മുടെ കൂടെയുള്ള ആൾക്കാരും കൂടെ ഒപ്പം വളരണം. അപ്പോഴേ നാളെ when you reach somewhere and you look around, no, you're very proud to stand, my friends. അതെ, ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ ലോകധർമ്മിയിൽ ഇപ്പം അജിയച്ചൻ അച്ഛന്നാ വിളിക്കുന്നത്. അപ്പം എല്ലാരും ആണെന്നുണ്ടെങ്കിലും ഷാജോൻ ചേട്ടന് മാത്രമാണ് എനിക്ക് തോന്നുന്നു അതിനകത്ത് ലോകധർമ്മി ഇല്ലാത്തതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഐ ഡോണ്ട് നോ. ബാക്കി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ഷോസിനൊക്കെ ആയിട്ട് ദ കോർ ടീം ഓഫ് ലോകധർമ്മി. സോ അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഭയങ്കര പ്രൗഡ്. ആൻഡ് മോർ ഓവർ ദാറ്റ്, ആ സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ടുവേർഡ്സ് ദ എൻഡ്, ദ ക്ലൈമാക്സ്, ഐ നെവർ തോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പെർസ്പെക്റ്റീവ്. അത് ചില പടങ്ങൾ നമുക്ക് ദേ ഗിവ് യു എ പേഴ്സണൽ ഹെൽപ്പ് ഓൾസോ. ചിലത് റിയലൈസേഷൻ, ഇങ്ങനെ ചിന്തിക്കായിരുന്നല്ലോ. ബിക്കോസ് ടുവേർഡ്സ് ദ എൻഡ് ഷീസ് ടെല്ലിങ്, ഇതിപ്പോ ആരാ ശരി, നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടെ സർക്കംസ്റ്റാൻസുകളുണ്ട്. പക്ഷെ ഷുഡ് ഐ ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ഇഫ് മൈ ആ ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സ് വാസ് റിയലി ഗുഡ്. എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ലൈക്ക് എന്റെ കഴിഞ്ഞ ഒരു കുട്ടി ഒരു ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻസ് അതൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. ദെൻ യു ഗെറ്റ് ഓപ്പർച്യൂണിറ്റി വർക്കിംഗ് വിത്ത് ഡിഫറെന്റ് ഡയറക്ടേഴ്സ്, ഡിഫറെന്റ് സെറ്റ്സ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. സോ വാട്ട് ട്രാൻസ്ഫോർമേഷൻ വുഡ് ഹാവ് ഹാപ്പൻഡ് ഇൻ Akhila from the first day of shoot to what you are now? ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്ന ഒരു സാധാരണ ഒരു ആളായിരുന്നു. മൂവി ഇസ് സംതിങ് ദാറ്റ് യു കാൺട്ട് ഈവൻ തിങ്ക് അബൌട്ട്. അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. ഫിലിം ഹാവ് ചേഞ്ച്ഡ്, ഹെൽപ്പ് മീ ചേഞ്ച് ഇൻ മെനി വേസ്. മെനി വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ഒട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ്. ഇറ്റ് ബിക്കേം എ പ്രോസസ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ് വെയർ അയാൾക്ക് ഇന്ന ഇതുകൊണ്ടായിരിക്കും അയാള് സംഭവിച്ചത്, വിച്ച് മേക്സ് യുവർ സെൽഫ് പുട്ട് ഇൻ എ വെരി ബാഡ് സിസ്റ്റം. പക്ഷെ സംവെയർ ഇറ്റ് മേക്സ് യു ഗ്രൗണ്ടഡ്. പിന്നെ കുറച്ചും കൂടെ സ്മാർട്ടായി എന്ന് വിചാരിക്കുന്നു. വെൻ ഐ കെയിം ടു ദ ഇൻഡസ്ട്രി ഐ ഹാഡ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡീൽ വിത്ത്, because being a woman I had to go through a lot of decision makings, and I had to meet a lot of people who are not that human in nature, manipulative people. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ ലൈഫിൽ കാണേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് ഫ്രീഡം ഓൾസോ വി ഡു ഹാവ്. പക്ഷെ somewhere there are good people. So when you have a good energy, when you have there are different people, it's എല്ലാവരും ഡിഫറെന്റ് ആണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് യു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇഫ് യു തിങ്ക് ഗുഡ് തിങ് വിൽ ഹാപ്പൻ എന്നുള്ള ഒരു വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ ഹാവ് വെരി ഗുഡ് പീപ്പിൾ വിത്ത് മീ ഹു മേക്സ് മീ ഫീൽ എന്താ പറയുക, ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും there are a lot of people who says that industry is not that safe for a women.
പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഐ നോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ വിത്ത് മീ ഹു ഡസ് ഗുഡ് തിങ്സ് വർക്ക് ഫോർ ദ മൂവി. അങ്ങനത്തെ ഉള്ള മൂവികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഹു ഹാവ് ഗുഡ് ഫാമിലീസ്, അവനവന്റെ ഫാമിലീസ് ഉള്ള, അവരെ നന്നായി നോക്കുന്ന അങ്ങനെ ഒരുപാട് പേരുള്ളത് കൊണ്ടും ഇറ്റ് ഈസ് ബാലൻസ്ഡ്. സോ ഐ ഡോണ്ട് ബിലീവ് ഇൻഡസ്ട്രീനെ മൊത്തമായിട്ട് പറയുന്ന സമയത്ത് ഐ ഡോണ്ട് സ്റ്റാൻഡ് ഫോർ ദാറ്റ് ബിക്കോസ് ഐ ഹാവ് മെറ്റ് ഇൻക്രെഡിബിൾ ഗുഡ് സോൾസ്. സോ എനിക്ക് അതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇഫ് യു ആർ ബാഡ്, ഐ ആം ബാഡ് ഫോർ യു. ഇഫ് യു ആർ ഗുഡ് വിത്ത് മീ, ഐ എം ഗുഡ്. ആ മോഡലിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. പിന്നെ സി ഐ ഹാവ് എൻ്റെ അച്ഛൻ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ രാവിലെ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ അച്ഛനാണ് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാരി തന്നതും ഉച്ചയ്ക്കുള്ള ചോറ് എന്താ പറയുക ലഞ്ച് ബോക്സിലാക്കി തന്ന് സ്കൂളിൽ ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ പിന്നെ ഇത് വാരിത്തരാൻ അച്ഛനെ കൊണ്ടുവന്നൂടെ എന്ന് അങ്ങനെയാ ഞാനൊക്കെ വളർന്നത്. സോ I have a great father who tells me that all are not bad. I have brothers. I have brothers who stands with me. എന്തിനും ഏതിനും എന്താന്ന് ചോദിക്കുന്നുണ്ട്. I have cousins. I have family friends. I have friends. So it's not basically everyone are bad. There are people who takes advantages of things which is not good. So apart from that, yes, I had bad experiences in the industry. I had, but it's but luckily it was in the initial time I was able to handle it. സോ അത്രേ ഉള്ളൂ. പിന്നെ ഒരുപാട് യുനോ യു മീറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ. എനിക്ക് സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എനിക്ക് ട്രാവൽ പോകുമ്പോൾ ഈ 1-2 ദിവസം ഒന്നും പോയിട്ട് തിരിച്ചു വരുന്നത് ഐ ഡോണ്ട് ലൈക്ക് മച്ച്. ബിക്കോസ് ഓഫ് തിയേറ്റർ ആൻഡ് ബിക്കോസ് ഓഫ് ഫിലിം വാട്ട് ഹാപ്പൻസ്, യു സ്റ്റേ ദേ ഫോർ ഓൾമോസ്റ്റ് 10 to 15 days. യു കം അറൌണ്ട് ദ ലോക്കൽ പ്ലേസസ്. നമ്മൾ എന്താ പറയുക ഈ മറ്റേ പാക്കേജിലൊന്നും പോയി കാണാത്ത കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രൊഡക്ഷൻ ടീംസ് ഡു അമേസിങ് വർക്ക് അല്ലേ. അപ്പൊ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഐ ജസ്റ്റ് ഗോ ഫോർ ട്രാവൽ വെൻ ദർ ഇസ് നോ ഷൂട്ട്. അത് ആർട്ടിസ്റ്റ് ലൈഫാണ് അടിപൊളി ലൈഫ്. വെരി നൈസ്. അപ്പം ഇതിന് ശേഷം ആദ്യ സ്നേഹത്തിന്റെ വിരുന്ന് മേശയ്ക്ക് ശേഷം ഉണ്ടായ അല്ലെങ്കിൽ പുതുതായിട്ട് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? പുതുതായിട്ട് ഇനി വരാനുള്ളത് ടോമിമ്മട്ടിയുടെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. പിന്നെ കിരൺ ചേട്ടൻ, എഡിറ്റർ കിരൺ ചേട്ടൻ ഡയറക്ട് ചെയ്യുന്ന ചാക്കോച്ചൻ പടം. പിന്നെ ഇപ്പൊ 2 പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പൊ ഉള്ളത്. വേറെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അല്ല, ഇത് കഴിഞ്ഞില്ല, ഇത് രണ്ടും കഴിഞ്ഞതല്ലേ ഷായുടെ? അത് കഴിഞ്ഞു. അത് രണ്ടും കഴിഞ്ഞു. റിലീസിന് വെയിറ്റ് ചെയ്യുന്നു. അല്ല, ഇമ്മട്ടിയുടെ പടം ഐ തിങ്ക് ദർ ആർ ഫ്യൂ മോർ ഡേയ്സ് ഓഫ് ഷൂട്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് എന്റെ നാട്ടിലൊരു പടം ചെയ്തിട്ടുണ്ട്. സമരസ എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. കുന്നംകുളത്ത് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മേ ബി ബൈ നെക്സ്റ്റ് ഇയർ അത് റിലീസ് ഉണ്ടാവും. പടങ്ങൾ അങ്ങനെ കുറച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇത് ഇങ്ങനെ പല ആളുകളുടെയും ലൈക്ക് എവ്രി വൺ, ലൈക്ക് ദോസ് പീപ്പിൾ ഹൂം യു ടോക്ട് അബൌട്ട്, ലൈക്ക് അരുണ ആയിക്കോട്ടെ, ടോം ആയിക്കോട്ടെ, ആൻഡ് ഷാഹി ആൻഡ് കിരൺ, ആൻഡ് ഐ മീൻ ക്വൈറ്റ് എനർജൈസിങ്. നമ്മൾക്ക് എപ്പോഴും ഒരു എനർജി ബൂസ്റ്റ് തരുന്ന ആളുകളാണെന്ന് തോന്നുന്നു. സോ വെൻ യു വർക്ക് വിത്ത് ദോസ് പീപ്പിൾ ഐ തിങ്ക് യു ഓൾസോ ഫീൽ ക്വൈറ്റ് rejuvenated each time you work with such people. That's what I said. I have seen people who really work for their passion. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് വെൻ പീപ്പിൾ സേ ദാറ്റ് ഇൻഡസ്ട്രി വെൻ സി എസ്പെഷ്യലി എന്റെ ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും വേറെ പ്രൊഫഷൻസ് ചെയ്യുന്ന ആൾക്കാരാ. ദർ ആർ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്. ഫോർ ദെം ദേ ബേസിക്കലി ഇൻഡസ്ട്രി ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അത് അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, I am in the industry. I have worked this much of movies and I have worked with proud and heads up because I had my directors and entire team like that. എനിക്ക് എന്റെ മുന്നിലുള്ള എക്സാമ്പിൾസ് ആണ് ഇമ്മട്ടിയും വിനോദേട്ടനും ഷാഹിക്കയും കിരൺ ചേട്ടനും ഒക്കെ. ദർ ആർ പീപ്പിൾ ഹു റിയലി ഹാർഡ് എന്താ പറയാ പ്രൊഫഷണലി വർക്ക് ചെയ്ത് ഒരു പ്രൊജക്ടിന് വേണ്ടി അവര് ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ലോട്ട് ഓഫ് പീപ്പിൾ. യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എതിരെ നടപടികൾ തീർച്ചയായിട്ടും വേണമെന്ന് പറയുന്ന ഒരാളാണ്. കാരണം വർക്കിംഗ് സ്പേസിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വളരെ ഗൗരവപരമായിട്ട് തന്നെ കാണുന്നു. ഇപ്പം ആദ്യമൊക്കെ ഇങ്ങനെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് എന്ത് ചെയ്യാനാ. പക്ഷെ നോർമലി ദർ ലോട്ട് ഓഫ് ചേഞ്ചസ് നവഡേയ്സ് ഹാപ്പനിങ് ഇൻ. നമുക്ക് വാഷ്റൂംസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളോടുള്ള അപ്രോച്ചസ് ആണെന്നുണ്ടെങ്കിലും സംവേർ വി ഫീൽ മോർ സേഫ്. അത് നമ്മുടെ സീനിയേഴ്സ് നമുക്ക് തന്നിട്ടുള്ള വഴി തന്നെയാണ്. അത് പറയുന്നതിൽ ഒരിക്കലും ഒരു മടി വിചാരിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ഐ ആം എ പേഴ്സൺ ഹു എൻജോയ്സ് ദ ഫ്രീഡം ദാറ്റ് മൈ സീനിയേഴ്സ് ഹാവ് ഗിവൻ മീ. അത് അവരെനിക്ക് തന്നിട്ടുള്ളത്. സോ ഐ ഷുഡ് അപ്രീഷിയേറ്റ് ഇറ്റ്.
At the same time, I'm saying that there are a lot of good people in the industry. ഒന്നോ രണ്ടോ ആൾക്കാരെ കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പടത്തിലും ഐ ഹാഡ് ഗുഡ് എക്സ്പീരിയൻസസ്. ഞാൻ വളരെ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഐ ഡിഡ് മൈ പാർട്ട് ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എൻ ആക്ടർ. ഐ ഫിനിഷ് മൈ ജോബ് ആൻഡ് ഐ കം ബാക്ക്. സോ ഐ ഹാവ് അമേസിംഗ് പീപ്പിൾ ഇൻ ദ ഇൻഡസ്ട്രി വെർ ഐ ബിലീവ് ദാറ്റ് മൈ ഇൻഡസ്ട്രി ഈസ് ഇൻ സേഫ് ഹാൻഡ്സ്. ഈവൻ വിമൻ ആണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് സീൻ ഇപ്പം I recently met Revati ചേച്ചി. She was so supporting. നമ്മൾ അവരുടെയൊക്കെ പടം കണ്ടുവരുന്ന സമയത്ത് she took time to stand with me, talk to me about my movies. So they are also very kind of motivating people. So it's good. So nice interacting with you. A lot of insights. I wish you all the best. We'll connect with you. Thank you so much. Okay, അപ്പൊ നടക്കട്ടെ. Let's find the stories that we need to hear and make the path ahead feel bright and clear. Every voice can spark a brand new flame. On Media Mathamgi, we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought.